നമുക്കൊപ്പം തൃക്കാക്കരയിലെ ക്രമക്കേടിനെ കുറിച്ച് പറയാൻ നിതിൻ അംബുജൻ ചേരും. അതുപോലെ മാറാട് ഡിവിഷനിലുണ്ടായ ചില ക്രമക്കേടിനെ കുറിച്ച് പറയാൻ കോഴിക്കോട് നിന്ന് ഷഹദ് റഹ്മാനും ചേരുകയാണ്. ആദ്യം നിതിൻ അംബുജനിലേക്ക്. നിതിൻ, വെൽക്കം ബാക്ക് ടു മോർണിംഗ് ഷോ. പറയൂ. എല്ലാവർക്കും ഒരിക്കൽ കൂടി സുപ്രഭാതം. പറയൂ നിതിൻ. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ്. അതിനു മുന്നോടിയാണ് ഈ വോട്ടർ പട്ടികയിൽ വ്യാപക ക്രമക്കേട് നടന്നിട്ടുണ്ടെന്ന പരാതി ഉയർന്നിരിക്കുന്നത്. സംസ്ഥാനത്തെ വിവിധയിടങ്ങളിൽ അത്തരത്തിൽ പരാതി ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് കൊച്ചിയിലെ മുണ്ടംവേലി ഡിവിഷനിലും അത്തരമൊരു പരാതിയെ സംബന്ധിച്ച് 24 വാർത്ത പുറത്തുവിട്ടത്. അതിഥി തൊഴിലാളികളെ ഈ പട്ടികയിലേക്ക് തിരികെ കയറ്റിയെന്നായിരുന്നു മുണ്ടംവേലിയിലെ പ്രശ്നമെങ്കിൽ ഇപ്പോൾ തൃക്കാക്കരയിലെ ദേശീയ കവല എന്ന ഈ ഒരു വാർഡിൽ ഉണ്ടായിരിക്കുന്നത് ഏതാണ്ട് ഒരേ വീട്ടു നമ്പറിൽ 59 വോട്ടുകളാണുള്ളത്. 34/389 എന്ന വീട്ടു നമ്പറിലാണ് 59 വോട്ടർമാരെ ചേർത്തിരിക്കുന്നത്. സമാനമായ നിലയിൽ തന്നെ 34/382 എന്ന വീട്ടു നമ്പറിലും ഇത്തരത്തിൽ കൂടുതൽ ആളുകളെ ഈ പട്ടികയിൽ ചേർത്തിട്ടുണ്ട്. ദേശീയ കവല എന്ന വാർഡിലാണ് ഈ ഒരു അനധികൃതമായി വോട്ടർമാരെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും ഇത്രയും വോട്ടുകൾ പോൾ ചെയ്തെന്ന പരാതി ഉയർന്നിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ നടക്കാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും സമാനമായ തന്നെ കൂടുതൽ പേരെ ആ വീട്ടു നമ്പറിൽ ചേർത്തിരിക്കുന്നത്. ഇപ്പോൾ LDFും അതോടൊപ്പം ബന്ധപ്പെട്ട് പരാതി നൽകാൻ ഒരുങ്ങുകയാണ്. കളക്ടർക്കാണ് ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകാൻ ഒരുങ്ങുന്നത്. വാർഡ് പുനഃക്രമീകരണം വന്നപ്പോൾ നിലവിലെ നഗരസഭയിലെ 2ാം വാർഡാണ് ദേശീയ കവല. തൃക്കാക്കര നഗരസഭ ഭരിക്കുന്ന UDF ആണ്. എന്തായാലും വിവിധ രാഷ്ട്രീയ പാർട്ടികളുമായി ബന്ധപ്പെട്ട് സൂക്ഷ്മ പരിശോധന നടക്കുന്നുണ്ട്. ആ ഒരു നടത്തുന്ന വേളയിലാണ് ഇത്തരത്തിൽ ഒരു ക്രമക്കേട് നടന്നുവെന്ന പരാതി ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. എന്തായാലും വ്യാപകമായ നിലയിൽ തന്നെ ഒരേ വീട്ടു നമ്പറിന്റെ പേരിൽ കൂടുതൽ വോട്ടുകളെ ചേർത്തിരുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായിരിക്കുന്നത്. തൃക്കാക്കരയിൽ നമുക്കറിയാം ജില്ലാ സ്ഥലം സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ പേർ അവിടേക്ക് എത്തുന്നുണ്ട്. ജോലിക്കും അതോടൊപ്പം മറ്റാവശ്യങ്ങൾക്കായി കൂടുതൽ പേർ അവിടെ എത്തുന്നുണ്ട്. ആ എത്തിയ ആളുകളാണ് ഇത്തരത്തിൽ ഈ ഒരു വീട്ടു നമ്പറിന്റെ പേരിൽ വോട്ട് ചേർത്തിരിക്കുന്നത്. ഇവർ എവിടെ നിന്നുള്ള ആളുകളാണോ, ആരാണ് സംബന്ധിച്ച് ഈ അന്വേഷിച്ച ആളുകൾക്കും തന്നെ വ്യക്തമാവില്ല. അവിടുത്തെ നാട്ടുകാർക്കും തന്നെ ഇതുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. എന്തെങ്കിലും ഒരു സൂക്ഷ്മ പരിശോധന നടത്തുമ്പോഴാണ് ഇത്തരത്തിൽ ക്രമക്കേട് നടന്നതെന്ന പരാതി ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. LDF ഇപ്പോൾ കളക്ടർക്ക് പരാതി നൽകാൻ ഒരു ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.